ഉപ്പളയിലെ ഫ്ളാറ്റുകളിൽ നിന്നും അഴുക്കുജലം അലക്ഷ്യമായി ഓവുചാലിലൂടെ പുറന്തള്ളുന്നതായി പരാതി. ഇതുമൂലം പലയിടങ്ങളിലായി തളം കെട്ടിക്കിടക്കുന്ന മലിനജലം പരിസരമാകെ ദുർഗന്ധമയവും രോഗാതുരവുമാക്കുന്നുവെന്നും ചൂണ്ടിക്കാട്ടപ്പെടുന്നു. This news sponsored by ഏനപ്പോയ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, കൊടിയൽ ബയൽ, മംഗളൂർ. ഉപ്പളയിലും പരിസരത്തുമുള്ള വിവിധ സ്വകാര്യ ഫ്ളാറ്റുകളിൽ നിന്നാണ് യാതൊരുവിധ നിയന്ത്രണവും മനസ്താപവുമില്ലാതെ മലിനജലം അഴുക്കുചാലിലൂടെ അലക്ഷ്യമായി ഒഴുക്കിവിടുന്നത്. ഇതുമൂലം പലയിടങ്ങളിലും മലിനജലം പൊതുയിടങ്ങളിലേക്ക് പുറന്തള്ളപ്പെടുകയും താണും തണുത്തുമെല്ലാം കിടക്കുന്ന പ്രദേശത്ത് കെട്ടിനിൽക്കുകയും ചെയ്യുന്നു. അറപ്പും വെറുപ്പും ഉളവാക്കുന്ന അഴുക്കുജലം ചുറ്റുവട്ടത്തെയാകെ ദുർഗന്ധമയവും രോഗാതുരവുമാക്കുകയാണ്. അതുകൊണ്ട് തന്നെ നാളുകളായി വലിയ ആശങ്കയോടെയാണ് ഈ പ്രദേശത്ത് താമസിക്കുന്ന കുടുംബങ്ങളെല്ലാം ദിവസങ്ങൾ തള്ളി നീക്കുന്നത്. ആരുടെയൊക്കെയോ ദുഷ്ചെയ്തികൾ മൂലം കൊടിയ ദുരിതം അനുഭവിക്കേണ്ടി വരുന്ന ദുർഗതിയിലാണ് ഇവരെല്ലാം. ഞങ്ങളിവിടെ ഒരു 10-20 വർഷമായിട്ട് താമസിക്കുന്നതാണ്. ഇവിടെ ഈ ഡ്രൈനേജിൻ്റെ വ്യവസ്ഥ വല്ലാത്തൊരു മോശമാണ്. പിന്നെ മഴക്കാലത്ത് ഈ കൊതുകിൻ്റെ ഒക്കെ ഭയങ്കര ശല്യമാണ്. പിന്നെ ഈ ഹോട്ടലുകാരും പിന്നെ ഫ്ലാറ്റുകാരും ഒക്കെ ഇതിലേക്ക് ഡ്രൈനേജ് വിടുന്നതുകൊണ്ടാണ് ഈ ഒരു ബുദ്ധിമുട്ട് വരുന്നത്. കുറേ കാലമായിട്ട് അനുഭവിക്കുന്നതാണ്. അതിനൊരു വ്യവസ്ഥ വേണമെന്ന് അഭ്യർത്ഥിക്കുന്നതാണ്. പിന്നെ ഇവിടുത്തെ ഫ്ലാറ്റുകാരും പിന്നെ മാർക്കറ്റിൽ നിന്നൊക്കെ ഈ അഴുക്ക് വെള്ളമൊക്കെ പഞ്ചായത്തിൻ്റെ പെർമിഷൻ ഇല്ലാതെയാണ് ഇവർ തുറന്നു വിടുന്നത് ഇതിലേക്ക്. അത് നമുക്ക് വല്ലാത്ത ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു. ഇവിടെ അടുത്തൊക്കെ കുട്ടികളും വയസ്സായ മുതിർന്നവരൊക്കെ വല്ലാണ്ട് ദുരിതം അനുഭവിക്കുന്നു ഇവിടെ. അതുകൊണ്ട് ഇതിനുള്ള ഒരു സൊല്യൂഷൻ കാണണം എല്ലാവരും കൂടി. മത്സ്യമാർക്കറ്റിലെത്തുന്നവരും മറ്റ് യാത്രക്കാരുമെല്ലാം മൂക്കുപൊത്തിയാണ് ഇപ്പോൾ ഇതുവഴി കടന്നു പോകുന്നത്. വേനൽച്ചൂടിൻ്റെ കാഠിന്യത്താൽ ഓവുചാലുകളെല്ലാം വറ്റി വരളേണ്ട സമയത്താണ് ഇതുവഴി മാലിന്യത്തോടെ ഒഴുകിയെത്തുന്ന അഴുക്കുജലം ജനജീവിതത്തിന് കടുത്ത വെല്ലുവിളി ഉയർത്തുന്നത്. ഞങ്ങൾ ഒരു 10-12 കൊല്ലം ഇവിടെ അനുഭവിക്കുന്നു. ഇത് ഹോട്ടൽക്കാർ പിന്നെ ഫ്ലാറ്റുകാരെല്ലാം ഇതിലേക്കാണ് ഇളക്കുന്നത്. ഞങ്ങൾ പഞ്ചായത്തിൽ പോയി പറഞ്ഞെങ്കിൽ അവർ ആക്കുന്നതിന് പറയുന്നു. പിന്നെ ഗ്രാമസഭയിൽ ഞങ്ങൾ പറഞ്ഞേന്. അപ്പോൾ MLA മെമ്പറെല്ലാം ശരി ആക്കുന്നതെന്ന്. പിന്നെ ഞങ്ങളെ കിണറ്റിൽ വെള്ളം തന്നെ കുടിക്കാൻ അത്ര ഇതാന്നില്ല. പിന്നെ പുറത്തെല്ലാം വയസ്സമാറിയിരിക്കുമ്പോൾ ബുദ്ധിമുട്ടാണ്. വളരെ ഗുരുതരമായ ഈ ഒരു സാഹചര്യം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും ഇത് പരിഹരിക്കാൻ ആവശ്യമായ നടപടികൾ അടിയന്തര പ്രാധാന്യത്തോടെ സ്വീകരിക്കുമെന്നും മംഗൽപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗോൾഡൻ അബ്ദുൾ റഹ്മാൻ. ഒരു പഞ്ചായത്ത് പ്രസിഡന്റിനപ്പുറം ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ ഒരിക്കലും ഇത് അംഗീകരിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇരുട്ടിൻ്റെ മറവിൽ പല ആളുകളും ഡ്രൈനേജിലേക്ക് മഴവെള്ളം പോകാൻ വേണ്ടി ഉണ്ടാക്കിയ ഡ്രൈനേജിലേക്ക് ഇരുട്ടിൻ്റെ മറവിൽ വേസ്റ്റ് വെള്ളം പോകാനുള്ള പൈപ്പ് കൊടുത്തിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചത്. വരും ദിവസങ്ങളിൽ കൃത്യമായി അതിൻ്റെ റെയ്ഡ് നടത്തി നടപടി സ്വീകരിക്കുന്നതാണ്. കാരണം മണ്ണും വായുവും വെള്ളവും അന്തരീക്ഷവും നല്ല അന്തരീക്ഷം ഉണ്ടാക്കുക എന്നത് ആ പ്രാദേശിക ഭരണകൂടത്തിൻ്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്തമാണ്. അത് മനസ്സിലാക്കുന്നു. അതുപോലെ ഇത് മുൻകൂട്ടി 10 വർഷം മുമ്പ് പ്രിയപ്പെട്ട ഗോൾഡൻ അബ്ദുൽ ഖാദർ സാഹിബ് ഒരു പദ്ധതി ഇവിടെ നടപ്പിലാക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അന്ന് സർക്കാർ പോലും അത് ആലോചിക്കാത്ത സമയത്താണ് ഇദ്ദേഹം ഒരു പദ്ധതിയുമായി പോയത്. വേസ്റ്റ് വെള്ളം ശുചീകരിക്കുന്ന ഒരു പദ്ധതി. കഴിഞ്ഞ ഭരണസമിതി 3,80,00,000 രൂപയുടെ ആ പ്ലാന്റിന് അനുമതി നൽകിയിട്ടുണ്ട്. അതിൻ്റെ ബാക്കി പ്രോസസ് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. പഞ്ചായത്ത് അധികാരികളും ആരോഗ്യവകുപ്പും നേരത്തെ തന്നെ ഫ്ളാറ്റ് അധികൃതർക്ക് ഇക്കാര്യത്തിൽ പലതവണ വാണിംഗ് നൽകിയിരുന്നുവെങ്കിലും അതുകൊണ്ടൊന്നും കാര്യമുണ്ടായില്ല. അലക്ഷ്യമായി ഒഴുകിപ്പോകുന്ന മലിനജലം പല വീട്ടുകാരുടെയും കുടിവെള്ള സ്രോതസ്സുകളിലേക്ക് പടരുന്ന അവസ്ഥാവിശേഷവും സംജാതമാകുന്നുണ്ട്. ഇതെല്ലാം കൊണ്ട് തന്നെ ആധുനിക കാലത്തും കിരാതമായ രീതികളും മനോഭാവവും വെച്ച് മുന്നോട്ട് പോകുന്ന നിയമനിഷേധികൾക്കെതിരെ കർശനമായ നടപടിയെടുക്കണമെന്നും തങ്ങളുടെ ജീവിതം സുരക്ഷിതമാക്കണമെന്നുമാണ് ഇപ്പോൾ ഇന്നാട്ടുകാർ ഒന്നടങ്കം ആവശ്യപ്പെടുന്നത്. ന്യൂസ് ബ്യൂറോ, ഉപ്പള.